പ്രോവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനം മാവൂർ STU ഓഫീസിൽ വെച്ച് നടന്നു. കണ്ണൂരിൽ നടക്കാനിരിക്കുന്ന 18ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായാണ് മാവൂരിൽ വെച്ച് ജില്ലാ സമ്മേളനം സംഘടിപ്പിച്ചത്. അഖിലേന്ത്യാ പ്രസിഡന്റ് M. ധർമ്മജൻ പതാക ഉയർത്തിയതോടെ ആരംഭിച്ച സമ്മേളനത്തിൽ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സംബന്ധിച്ചു. സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ശ്രമിക്കുന്നതെന്നും PF പെൻഷന്റെ കാര്യത്തിൽ കുത്തഴിഞ്ഞ വ്യവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം അഭിപ്രായപ്പെട്ടു. വാർദ്ധക്യത്തിൽ വിശ്രമ ജീവിതം നയിക്കേണ്ട തൊഴിലാളികൾ അവകാശത്തിനു വേണ്ടി പരക്കം പായേണ്ട അവസ്ഥ ഏറെ സങ്കടകരമാണ്. ഉപജീവനത്തിനായി 9,000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ലഭിക്കാനുള്ള ഏർപ്പാടുകൾക്ക് സർക്കാർ മുൻകൈയെടുക്കണമെന്നും ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത INDCU ജില്ലാ പ്രസിഡന്റ് K. രാജീവ് അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും പെൻഷൻ സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഉണ്ടാക്കണമെന്നും എല്ലാവർക്കും മിനിമം ജീവിക്കാനുള്ള പെൻഷൻ 10,000 രൂപ നൽകണമെന്നും എല്ലാ സെൻട്രൽ ട്രേഡ് യൂണിയനിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് മുൻപാകെ വെക്കുന്നൊരു ഡിമാൻഡാണ്. നമുക്കറിയാം, ലോകത്തെ 5ാമത്തെ GDP ആണ് ഇന്ത്യയുടേതെന്ന് പറയുന്നു. 33 ലക്ഷം കോടി രൂപ നമ്മുടെ GDPക്ക് മുതൽ കൂട്ടിയ ആൾക്കാരാരാ? ഇന്ത്യയിലെ തൊഴിലാളികളാണ്. ആ തൊഴിലാളികൾക്ക് സാമൂഹ്യ സുരക്ഷാ ഫണ്ട് ഉണ്ടാക്കാൻ അതിൻ്റെ ഒരു വിഹിതം കൊടുക്കണം എന്ന് സെൻട്രൽ ഗവൺമെന്റിനോട് എല്ലാ തൊഴിലാളി സംഘടനകളും അതുപോലെ ഇത്തരം സംഘടനകളൊക്കെ നിരന്തരം ആവശ്യപ്പെടുക. CSR ഫണ്ടിൽ നിന്ന് ആ ഫണ്ടുകൾ മുഴുവൻ സാമൂഹ്യ സുരക്ഷാ നിധിയിലേക്ക് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. ഒട്ടുമുക്കാലും പത്രക്കമ്പനികളും അഡ്വർടൈസ്മെന്റ് ഏജൻസികളും ഒക്കെ മറ്റ് പല ആവശ്യങ്ങൾക്കുമൊക്കെ ചെലവാക്കി പോകുന്ന ആ പണങ്ങളെല്ലാം സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലേക്ക് മാറ്റി വെക്കണമെന്നും ആ സാമൂഹ്യ സുരക്ഷാ ഫണ്ടിലൂടെ ഈ രാഷ്ട്രം ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലാക്കിയ അഭിമാനപൂർവ്വം നമ്മൾ 5ാമത്തെ GDP ആണെന്ന് പറയുന്ന ആ GDPക്ക് മുതൽ കൂട്ടിയ 33 ലക്ഷം കോടി ഈ രാജ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ തൊഴിലാളികളോട് വലിയ അവഗണന കാണിക്കുന്നത് ശരിയല്ല എന്ന് നമ്മൾ ഉറക്കെ പറയുന്നു. പക്ഷേ വേണ്ടി ഭരണാധികാരികളെ കൊണ്ട് നേടി എടുപ്പിക്കുന്നതിന് വേണ്ടി അവർ അത് തരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പിടിച്ചു വാങ്ങുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ആബാലവൃദ്ധ ജനങ്ങളെയും മുഴുവൻ ട്രേഡ് യൂണിയനുകളെയും ഒന്നിച്ച് അണിനിരത്തുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു തീരുമാനം കൂടി നിങ്ങൾ ഈ സമ്മേളനങ്ങളിൽ എടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞു. ഈ വാർദ്ധക്യ കാലത്ത് നമ്മളെയൊക്കെ ഒരു സമരത്തിലേക്ക് വലിച്ച് ഇടുക എന്ന് ബന്ധപ്പെട്ടവർ വിചാരിച്ചാൽ കുറേയൊക്കെ നമുക്ക് നമ്മുടെ പ്രായം കണക്കിലെടുക്കാതെ രംഗത്തേക്ക് ഇറങ്ങേണ്ടി വരും. അഖിലേന്ത്യാ പ്രസിഡന്റ് M. ധർമ്മജൻ, CITU ഭാരവാഹി ബാലചന്ദ്രൻ, AITUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KG പങ്കജാക്ഷൻ, STU ജില്ലാ പ്രസിഡന്റ് KM കോയ, BMS നേതാവ് P. ചന്ദ്രൻ, PF പെൻഷനേഴ്സ് ഓൾ ഇന്ത്യ കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് M. ധർമ്മജൻ, സംസ്ഥാന പ്രസിഡന്റ് TP ഉണ്ണിക്കുട്ടി, വൈസ് പ്രസിഡന്റ് MP പത്മനാഭൻ, ട്രഷറർ C. പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് കാനങ്ങാട് ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രനാഥ് മണിക്കർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി PM രാജൻ ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ മാധവ മേനോൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. സ്വാഗത സംഘം കൺവീനർ KP വിജയൻ സ്വാഗതവും സംസ്ഥാന സെക്രട്ടറി വിശാലാക്ഷി ടീച്ചർ നന്ദിയും പറഞ്ഞു. Golden Diamonds, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.